ചാരുമൂട് ടൗണിൽ ഗതാഗതം തടസ്സപ്പെടുത്തി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി ശക്തമാക്കി. മാവേലിക്കര ജോയിന്റ് RTOയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ചാരുമൂട് ടൗണിൽ നിലവിലെ ബസ് സ്റ്റോപ്പുകളിലല്ലാതെ തോന്നുംപടി നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയായിരുന്നു പരിശോധന. ടൗണിൽ ഗതാഗത തടസ്സം പതിവായതിനെ തുടർന്നാണ് മാവേലിക്കര ജോയിന്റ് RTO O മനോജിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. സ്ഥിരം പ്രവണതയാണ് നിങ്ങളുടെ സ്ഥിരമായിട്ട് റോഡിനടുക്കും. ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് നിരീക്ഷിക്കുവാനായി ആദ്യം മഫ്തിയിൽ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പിന്നീടാണ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ എത്തിച്ചേർന്നത്. കായംകുളത്തേക്ക് പോകുന്നിടത്ത് സ്കൂളിന് സമീപം ബസ് ബേ ഉണ്ടെങ്കിലും അവിടെ ബസ്സുകളൊന്നും തന്നെ നിർത്താത്തതിനാൽ നിരന്തരമായ ഗതാഗത തടസ്സമുണ്ടാവുകയും അതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും പതിവായിരുന്നു. എവിടെ പോകാൻ നിൽക്കുവാ? കായംകുളത്ത് ഇതല്ല ബസ് സ്റ്റോപ്പ് അവിടെയാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാരണമാണ് ഞങ്ങളിപ്പോൾ ഒത്തിരി ബസ്സുകാരോട് സംസാരിച്ചു. ഒരുപാട് ബസ്സിനെതിരെ കേസെടുത്തു. അവരെല്ലാം പറയുന്നത് നിങ്ങൾ യാത്രക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടാണ് ഇവിടെ നിർത്തുന്നതാണ്. നിങ്ങൾ ഇവിടുന്ന് ഓടിയൊക്കെ സമയം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലായത്. നിങ്ങൾ അവിടെ നിൽക്കരുത്, നിങ്ങൾ അവിടെ നിൽക്കാവൂ. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാരണം ബസ്സുകൾ അവിടെ നിർത്തും. അവിടെ നിന്ന് കറങ്ങി വരുന്നവന് ഫ്രണ്ട് കാണാൻ വയ്യ, ബാക്ക് ഒന്നും കാണാൻ വയ്യ. ഇവിടെ ഇഷ്ടംപോലെ ആക്സിഡന്റ് നടന്നു. ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി. പരിശോധനയെ തുടർന്ന് നിർദ്ദിഷ്ട ബസ് സ്റ്റോപ്പിലല്ലാതെ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടിയെടുത്തു. പരിശോധനയിൽ 3 KSRTC ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടായി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബേബി ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ MVI പ്രമോദ്, AMVIമാരായ ഹരികുമാർ, സജു P ചന്ദ്രൻ, ദിനൂപ്, പ്രസന്നകുമാർ എന്നിവർ പങ്കെടുത്തു. അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങളും പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.